മാസമാണ് സെക്കൻഡ് ടേം എക്സാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് സെക്കൻഡ് ടേം ഇവാലുവേഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അതിലെന്താണ് സൂചനയായി നൽകിയിട്ടുള്ളത് നോക്കിയാലോ. जब हम धीरे चलते हैं यात्रा विवरण का यह अंश पढ़े और 1 से 3 तक के പ്രശ്നോं के उत्तर लिखे. जब हम धीरे चलते യാത്രാ വിവരണിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. യാത്രാ വിവരണം ഒന്ന് വായിച്ചു നോക്കാം. दिन में हम जहाँ से भी गुजरते लोग हमें शो का न्योता देते थे. एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है, इसलिए उन्हें यहाँ नहीं आ पाएंगी. यह सुनकर मैथ्यू ने वहीं खड़े होकर उनके लिए परफॉर्म किया. യാത്രാ വിവരം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബാൽക്കണി മേ ദേക്കി മഹിള കെ ലിയെ കോൺ പെർഫോം കിയ. ആരാണ് പെർഫോം ചെയ്തത് അല്ലേ. നമുക്കറിയാം ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഐലിയ, മൈത്യോ, ക്രിസ്റ്റീന, ലുവാന. ആരാണ്? മൈത്യോ ആണ് അല്ലേ. അപ്പം അതാണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാക്യോം കോ ആകെ ബഡായി. ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്നി, ഏക്, ബാൽക്കണി സെ. അപ്പം അതിൽ ആദ്യത്തിലെ കൊടുത്തിട്ടുണ്ട്, ആദ്യ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് മഹിളാനെ ദേക്ക. ഇനി 3 സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കണം. ഹിൻസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മഹിളാനെ ദേക്ക എന്ന് കൊടുത്തു അല്ലേ. പിന്നീട് നമുക്ക് എന്ത് എഴുതാം? ഏക് മഹിളാനെ ദേക്ക. പിന്നെയോ ഏക് മഹിളാനെ ബാൽക്കണി സെ ദേക്ക. ഏക് മഹിളാനെ അപ്നി ബാൽക്കണി സെ ദേക്ക. ആദ്യം നമ്മൾ എന്താണ് കൊടുത്തത്? മഹിളാനെ ദേക്ക. പിന്നെ അത് ഏക് മഹിളാനെ ദേക്ക എന്നാക്കി. പിന്നീട് ഏക് മഹിളാനെ ബാൽക്കണി സെ ദേക്ക. പിന്നീടോ ഏക് മഹിളാനെ അപ്നി ബാൽക്കണി സെ ദേക്ക. അങ്ങനെയാക്കി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. പെഹ്ചാൻ കർ ലിഖേ കോൺസാ ക്രം സഹി ഹെ. ഇത് മനസ്സിലാക്കിയിട്ട് ഏത് ക്രമമാണ് ശരിയായത് എന്നുള്ളത് എഴുതിയാൽ മതി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. ഫി ആക്കോ കാ അസ്ലി മാലിക്. ഫി ആക്കോ കോ गेहूं की भालियाँ दिखाती, अखाडियन बजाता. ക്രിസ്റ്റീന, എൽഫി, എല്ലിയ, മൈത്തേയോ. അപ്പം നമുക്കിവിടെ ക്രം കൊടുത്തിട്ടുണ്ട്. ആ, ഖ, ധ, ഘ, ധ, ഗ, ധ. ആയിൽ ഖ, ധ, ഘ, ധ, ഘ, ധ. ഈ നോക്കൂ, ഖ, ധ, ഘ, ധ, ഘ, ധ. ഇതിൽ ശരിയായ ക്രം ഏതാണ് എന്നുള്ളത് നമ്മളൊന്ന് നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഇതിൽ ശരിയായ ആൻസർ ഏതാ വരിക? ഈ, ഖ, ധ, ഘ, ധ, ഗ, ധയാണ് ശരിയായ ക്രം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ. ബാൽക്കണി पर आकर उसके परफॉर्मेंस देखने की इच्छा प्रकट करती महिला के लिए मैथ्यू ने रास्ते पर रुककर परफॉर्म किया. इस पर एक समाचार तैयार करें. ഇതിൽ നോക്കൂ, ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേത് സമാചാർ തയ്യാറാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രകൃതി और कला के बीच अभिन्न संबंध है इस विषय पर लेख तैयार करें. അല്ലെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? പ്രകൃതിയും കലയും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം സമാചാരം എങ്ങനെയാണ് തയ്യാറാക്കണത് നോക്കാം അല്ലേ. അപ്പം നമുക്ക് സമാചാരം തയ്യാറാക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ടൈറ്റിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ ടൈറ്റിൽ നമ്മളിവിടെ മൈത്രിക ഷോ എന്ന് കൊടുക്കുകയാണ്. പിന്നീട് സ്ഥലപ്പേര് ഫ്രീ ഔലി. പിന്നീടാണ് നമ്മൾ കണ്ടന്റിലോട്ട് കിടക്കുന്നത്. നോക്കാം എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. എഹാം रास्ते में एक कलाकार का परफॉर्मेंस दर्शकों का मन बहलाया. मैथ्यू नामक
संगीतकार का अकॉर्डियन बजाना सब लोगों को उसकी और आकर्षित करने लायक था। इटली के कला तियन्नो का कलाकार था वह चलता फिरता थिएटर रास्ते से चलकर कई जगहों पर परफॉर्म करता था। यहाँ एक अंगहीन महिला को दिखाने के लिए था वह परफॉर्मेंस। इन कलाकारों को हम ആഭാരി है. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇവിടെ എന്താണ് വഴിയിൽ വെച്ചൊരു കലാകാരന്റെ പെർഫോമൻസ് ദർശകരെ കൂടുതൽ ആകർഷിച്ചു. അതിൽ നമ്മൾ മൈതേ നാമക് സംഗീത്കാർ കെ ബാരെ മേ ബതായ. പിന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവര് പല സ്ഥലങ്ങളിൽ പെർഫോം കിയാ ഹെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്തത് പ്രകൃതി ഒരു കലാക്ക് ബീച്ച് അഭിന്ന സംബന്ധാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു ചെറിയ ലേഖനമാണ് അവിടെ തയ്യാറാക്കേണ്ടത്. നോക്കിയാലോ. കലാ പ്രകൃതി കാ അനുകരൺ ഹെ. ആദ്യം തന്നെ പറയുന്നുണ്ട് പ്രകൃതി കാ അനുകരൺ ഹെ കല. ഹവാ മേം നദി की बहाव में छोटी बारिश में और बांस के टकराव में संगीत है. എല്ലാത്തിലും നമ്മൾ മ്യൂസിക് കാണാൻ കഴിയും. ഇപ്പൊ കാറ്റടിക്കുമ്പോഴും നദി ഒഴുക്കിലും അതിലെല്ലാം ഒരു ചെറിയൊരു സംഗീതം ഉണ്ട് എന്നാണ് പറയുന്നത്. ബാദൽ ദേക്കർ നാച്തേ മോർ മധുർ ഗാന ഗാത്ത കോയൽ ആദി ഹമേ കലായെ സിക്കാത്തേ ഹെ. അപ്പോൾ പറയുന്നുണ്ടല്ലേ ബാദൽ ദേക്കർ നാച്തേ മോർ, അതേപോലെ തന്നെ മധുർ ഗാന ഗാത്ത കോയൽ ആദി ഹമേ കലായും സിക്കാത്തേ ഹെ. അവരെല്ലാം നമ്മളെ ഓരോ കലകൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. സാഗർ की लहरों की आवाज मन में विभिन्न प्रकार की धुन लाने वाली है. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ सागर की लहरों की आवाज അല്ലേ, അത് हमारे मन में विभिन्न प्रकार की धुन लाने वाली है. रात में चमकते चांद और तारे, सघन जंगल, झरना, निर्झर आदि का चित्र हम आनंद से खींचते हैं. इस प्रकार പ്രകൃതി സേ ഹം കലായും സീഖ്തേ ഹെ. അപ്പം നമ്മൾ രാത്രിയിലെ ചന്ദ്രനും അതേപോലെ നക്ഷത്രങ്ങൾ, ജംഗൽ, ഝർണ, നിർജർ, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം ചിത്രം നമ്മൾ ആനന്ദ് സേ ഖീഞ്ച്തേ ഹെ. അതുപോലെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കുറേ കലകൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയുമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ബാബ ഓർ ബാബ കി ചടി കവിത കാ അംശ് പഠേ ഓർ 5 से 7 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ ബാബ ഓർ ബാബ കി ചടി സേ കവിതയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് വായിക്കാം. പഹലെ വോ कहता है चल चल बाहर चलते हैं और उठा लेता है छड़ी को बिस्तर पर जो लेटी हुई थी. फिर वो उसका हाथ पकड़ के बाहर लाती है. साथ साथ चलते हैं दोनों ബാബ ഓർ ബാബ കി ചടി. അപ്പം ഇതാണ് കവിതയുടെ കുറച്ച് വരികൾ. അപ്പം ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഹി പ്രസ്താവ് ചുൻകർ ലിഖെ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 തന്നിട്ടുണ്ട്. ആദ്യത്തേത് ബാബ കെ ഹാത്ത് പകഡ് കെ ചടി ഊപ്പർ ലാത്തി ഹെ. രണ്ടാമത്തേത് ബാബ കെ ഹാത്ത് പകഡ് കെ ചടി ബാഹർ ലാത്തി ഹെ. മൂന്നാമത്തേത് ബാബ കെ ഹാത്ത് പകഡ് കെ ചടി അന്ദർ ലാത്തി ഹെ. ഇതില് നമ്മളുടെ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് എഴുതേണ്ടത്. ഏതാണ്? ബാബ കെ ഹാത്ത് പകഡ് കെ ചടി ബാഹർ ലാത്തി ഹെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമാൻ ആശയ വാലി പങ്ക്തിയാം പഹചാൻ കർ ലിഖേ. छड़ी बाबा को गिरने से बचाती है. ഏതാണ് ആൻസർ വരിക? फिर वो उसका हाथ पकड़ के बाहर लाती है. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തത് കവിത കാ ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിതയുടെ ആശയം എഴുതാം. എന്താണ് കവിതയുടെ ആശയം എന്നുള്ളത്? അപ്പം നമുക്കറിയാം
ഗുൽസാറിന്റെ കവിതയാണ് അല്ലേ ഇത്. നമുക്ക് നോക്കിയാൽ ആശയം എഴുതുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആരുടെ കവിതയാണ് എന്ന് എഴുതാം അല്ലെ. ബാബ ഓർ ബാബ की छड़ी गुलजार की कविता है इसमें बाबा और छड़ी के संग के बारे में बताते हैं. ഇതില് ബാബയെയും ബാബയുടെ ചടീനെയും പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. दोनों हमेशा एक साथ चलते हैं. നമുക്കറിയാം അവരെല്ലായ്പ്പോഴും ഒരുമിച്ച് തന്നെയാണ് നടക്കാറ്. बिस्तर से उड़ाकर वे बाहर आते हैं. बूढ़ों के जीवन में आसरा देने वाली छड़ी के बारे में है यह കവിത. ഇപ്പൊ വയസ്സായി കഴിയുമ്പോൾ അവർക്ക് ഒരു ആശ്രയം അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടാണ് ഈ ചടി. അപ്പൊ അതിനെ പറ്റിയുള്ളതാണ് ഈ കവിത എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലെ. बाइसाइकिल तीव्स कहानी का अंश पढ़े और 8 से 10 तक के प्रश्नों के उत्तर लिखे. അപ്പൊ ഇവിടെ നമുക്ക് സൂചനയായി തന്നിട്ടുള്ളത് ബൈസൈക്കിൾ തീവ്സ് കഹാനിയുടെ ഒരു ഭാഗം വായിച്ച് 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയാലോ. रोम में रहने वाले अंतोनियो को नौकरी चाहिए, लेकिन नौकरी ऐसी मिली है जिसके लिए साइकिल होना जरूरी है. उसकी पत्नी मारिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुटाती है. काम के पहले ही दिन अंतोनियो की साइकिल चोरी हो जाती है. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിശേഷൺ ശബ്ദ് കോൺസാ ഹെ. വിശേഷൺ ശബ്ദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നൗകരി, സൈക്കിൾ, മുഷ്കിൽ, ബഡി ഏതാണ് വരിക? നമുക്ക് അറിയാം അല്ലെ വിശേഷൺ എന്താണ് എന്നുള്ളത്. അപ്പോൾ വിശേഷൺ ശബ്ദമായിട്ട് വരുന്നത് ഏതാണ്? ബഡി എന്നാണ് അല്ലെ. ബഡി സൈക്കിൾ. അപ്പൊ അതില് വിശേഷൺ എന്ന് പറയുന്നത് ബഡി എന്നാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗരീബ് और उदासी की तुलना धूप से की है क्यों? गरीबी और उदासी की तुलना ആരുമായിട്ടാണ്? ധൂപ് സേ ഹെ. ക്യോ എന്തുകൊണ്ടാണ്? അപ്പൊ അത് നമ്മൾ അതിന്റെ ആൻസർ എഴുതണം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് എഴുതാം. ധൂപ് സബ് കഹി ചായി ജാത്തി ഹെ. ധൂപ് എന്ന് പറയുന്നത് എല്ലാവിടെയും ഉണ്ട് അല്ലെ. യുദ്ധ കെ സമയ पर गरीबी और उदासी सब कहीं छाई हुई है, इसलिए गरीब और उदासी की तुलना धूप से की गई है. എന്തുകൊണ്ടെന്നാൽ എന്താണ്? യുദ്ധ കെ സമയ पर गरीबी और उदासी, യുദ്ധ കെ സമയത്ത് ഗരീബി ഉദാസി സബ് കहीं छाई हुई है. അതുകൊണ്ടാണ് धूप की तुलना गरीबी और उदासी से है. നോക്കൂ, ഇനി നമുക്ക് അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. काम के पहले ही दिन में अंतोनिया को साइकिल चोरी हो जाती है. अगले दिन रात में अंतोनिया अपनी डायरी में एक कार्य लिखता है. वह डायरी तैयार करे. ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ नौकरी की आवश्यकता से अंतोनियो एक साइकिल खरीदता है. वह नौकरी के पहले दिन चोरी चली गई है. यह बात बताने वह अपने मित्र के लिए एक पत्र लिखती है. वह पत्र तैयार करे. അപ്പൊ ആദ്യത്തേതിൽ നമ്മളോട് എന്താണ് പറഞ്ഞത്? ഡയറി. അതും സൈക്കിള്, അന്തോണിയുടെ സൈക്കിള് നഷ്ടമായി അല്ലെങ്കിൽ അത് മോഷണം പോയി എന്ന് പറഞ്ഞിട്ടുള്ള മോഷണം പോയി പിറ്റേ ദിവസം രാത്രി അന്തോണിയ അത് ഡയറിയിൽ എഴുതുകയാണ്. ആ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലെ നൗകരി की आवश्यकता से अंतोनियो एक साइकिल खरीदता है. നൗകരിയുടെ ആവശ്യത്തിനായിട്ട് അന്തോണിയ ഒരു സൈക്കിൾ വാങ്ങിക്കുകയാണ്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ അത് മോഷണം പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് നോക്കാം. നമുക്കിനി ഡയറി നോക്കാം. ആദ്യം നമ്മൾ ഡയറി എഴുതുമ്പോൾ താരീഖ് കൊടുക്കണം. അതേപോലെ താരീഖ് കൊടുത്തിട്ട് നമുക്ക് എഴുതാം. आज का दिन अच्छा न था. नौकरी करने में साइकिल होना जरूरी है. ഇന്നത്തെ ദിവസം അത്ര നന്നായിരുന്നില്ല. പക്ഷെ നമുക്ക് ജോലിക്ക് എന്ത് വേണം? സൈക്കിൾ ആവശ്യമാണ്. पत्नी ने बड़ी मुश्किल से घर के सामान बेचकर साइकिल के पैसे जुटाए. അപ്പോൾ നമ്മുടെ അന്തോണിയ പറയാണ്, ഡയറിയിൽ എഴുതുകയാണ്, ഭാര്യ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റിട്ടാണ് സൈക്കിൾ വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കിയത്. इस पैसे से वह साइकिल खरीदा. ഈ പൈസയും കൊണ്ട് സൈക്കിൾ വാങ്ങിച്ചു. वह साइकिल पिछली रात चोरी चली गई.
ആ സൈക്കിളാണ് ഇന്നലെ രാത്രി മോഷണം പോയത്. मैं क्या करूं? ईश्वर तुम मेरे परिवार की रक्षा करो. बेटा ब्रूनो के साथ मैं उस साइकिल खोजने निकाला. മകനൊപ്പം സൈക്കിൾ തിരയാൻ പോയി. ലേക്കിൻ വാ ന മില, പക്ഷെ കിട്ടിയില്ല. അബ് ഹം ക്യാ കരേ ഈശ്വർ ഹി ജാനെ. ഇത്രയുമാണ് ഡയറിയിൽ എഴുതിയത്. ഇനി അടുത്തത് ലെറ്റർ ആണ്. അപ്പം നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഡേറ്റ് എഴുതണം, സ്ഥലം എഴുതണം അല്ലേ, സ്ഥാൻ താരിഖൊക്കെ കൊടുക്കണം. എന്നിട്ട് പ്രിയമിത്ര എന്നിട്ടൊരു കോമ ഇടുക. എന്നിട്ടാണ് നമ്മൾ ലെറ്ററിൻ്റെ കണ്ടന്റ് എഴുതേണ്ടത്. ഒന്ന് നോക്കിയാലോ. मैं तुम्हारे बारे में सोचते वक्त एक पत्र लिख रहा हूँ. मुझे एक नौकरी की जरूरत थी, इसके लिए एक साइकिल भी जरूरी थी. मरिया ने घर के सामान बेचकर उसके लिए पैसा जुटाया. कल मैंने साइकिल खरीदी, लेकिन आज वह किसी ने चुराया. मैंने बेटे ब्रोनो के साथ सब जगह ढूंढा, लेकिन कहीं नहीं मिली. इस समाज में हम कैसे जिए? क्या क्या है तुम्हारी बातें जरूर लिखना. അപ്പം ലെറ്ററിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? തൻ്റെ സൈക്കിൾ മോഷണം പോയി, തനിക്കൊരു ജോലി അത്യാവശ്യമാണ്, ആ ജോലിക്ക് വേണ്ടിയാണ് സൈക്കിള്, അല്ലെങ്കിൽ ആ ജോലിക്ക് സൈക്കിൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് മരിയ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റിട്ടാണ് സൈക്കിൾ വാങ്ങിച്ചത്. പക്ഷേ അത് മോഷണം പോയി. ഞാൻ മകനൊപ്പം എല്ലാവരെയും തിരഞ്ഞു, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക, പിന്നെ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം എഴുതാനാണ് പറയുന്നത്. പിന്നീട് റൈറ്റ് സൈഡായിട്ട് പ്യാർ സെ പ്രിയമിത്ര അന്തോണിയാന്ന് കൊടുക്കുക, ലെഫ്റ്റ് സൈഡായിട്ട് പദ കൊടുക്കുക. പദ എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. മേരി മാം കവിത കാ അംശ് പഠേ और प्रश्न 11-12 के उत्तर लिखे. മേരി മാം കവിത വായിച്ച് 11-12 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭീഡ് മേം യൂ ന ചോടോ മുझे घर लौट के भी न आ पाऊं माम. बेचना इतना दूर मुझको तू याद भी तुझको आ न पाऊं माम. क्या इतना बुरा हूं मैं माम? क्या इतना बुरा मेरी माम. അപ്പോൾ മേരി മാം എന്ന കവിതയുടെ കുറച്ച് വരികളാണ്. അപ്പം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലഡ്കി കെ മത് മേം കോൺ സബ് ജാൻതാ ഹെ. ലഡ്കി കെ മത് മേം കോൺ സബ് ജാൻതാ ഹെ. ഓപ്ഷൻസ് ഉണ്ട്. മാക്കോ, പിതാക്കോ, ബായ്ക്കോ, മാക്കോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കാം. സിമ്പിളാണ് ഉത്തരം. അതിൽ ഏതാണ് ഉത്തരം വരിക? മാങ്കോ എന്നാണ് ഉത്തരം വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തേതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഈശാൻ അവസ്ഥി നാമക് പാത്ര കാ പരിചയ് ദേത്തെ ഹുയെ ടിപ്പണി ലിഖി. ഈശാൻ അവസ്ഥി പാത്ര പരിചയ് ദേത്തെ ഹുയെ ടിപ്പണിയാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കവിതാംശ് കെ ആധാർ പർ മാ ഓർ ബേटे के बीच का बातचीत ലിഖി. അല്ലെങ്കിൽ കവിതാംശ് കെ ആധാർ പർ അമ്മയും മകനും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യത്തേത് നോക്കാം. तारे जमीन पर फिल्म का नायक है 8 वर्षीय ईशान अवस्थी. उसको स्कूल जाना और पढ़ना पसंद नहीं. उसके मन में प्रकृति और पेंटिंग है. वह डिसलेक्सिया से पीड़ित लड़का है, फिर भी वह पेंटिंग में प्रतिभाशाली बना. ഇത്രമാത്രം എഴുതേണ്ടതുള്ളൂ. താരെ ജമീൻ ഫിലിമിലെ നായകനാണ് നമ്മുടെ ഈശാൻ അവസ്ഥി. അവന് സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ പ്രകൃതിയും പെയിൻറ്റിങ്ങും ഒക്കെയാണ്. പക്ഷെ അവനൊരു ഡിസ്ലെക്സിയാസെ പീഡിത് ലടുക്കയാണ്. പക്ഷെ അവന് പെയിൻറ്റിങ്ങിൽ നല്ലൊരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സംഭാഷണം നോക്കാം. ബേട്ട माँ मुझे न छोड़ना. माँ क्या? बेटा मुझे भीड़ से डर है माँ. माँ मैं तुम्हें मत छोड़ूं. बेटा मैं कैसे लौट आऊं? माँ सब ठीक हो जाएगा. बेटा
क्या मैं इतना बुरा हूँ? माँ, नहीं, तुम मेरा प्यारा हो बेटा. ബേട്ടാ ടീക്ക് ഹേ മാം. സംഭാഷണം നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകളാക്കിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് സൂചന തന്നിട്ടുണ്ട്. സയാനി ബുവ കഹാനി കാ അംശ് പഠേ ഓർ പ്രശ്ന 13 और 14 का ഉത്തർ ലിഖേ. 13 14 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സയാനി ബുവ കഹാനിയുടെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. आखिर डॉक्टरों ने राय दी कि बच्ची को पहाड़ पर ले जाए और जितना अधिक प्रसरण रखा जा सके रखा जाए. भाई साहब के सामने एक विकट समस्या थी. बुआ जी के रहते यह संभव नहीं था, क्योंकि अनजाने ही उनकी इच्छा के सामने किसी और की इच्छा चल नहीं सकती थी. भाई साहब ने शायद सारी बात डॉक्टर के सामने रख दी. तभी डॉक्टर ने कहा कि माँ का साथ रहना ठीक नहीं होगा. बुआ जी ने सुना तो बहुत अनकानी की, पर डॉक्टर की राय के विरुद्ध जाने का साहस वे कर नहीं സക്കി. ഇപ്പോൾ സയാനി ബോയുടെ ചെറിയ ഭാഗമാണ്, നമ്മളത് പഠിച്ചതാണ്. അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ സംഭവങ്ങളെയെല്ലാം ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. പിതാക്കെ സാത്ത് അന്നു പഹാഡ് പർ ചലി. രണ്ടാമത്തത് സയാനി ബുവ की बेटी को बुखार आया. സയാനി ബുവ വ്യവസ്ഥ സേ കാം കർത്തി തി. അപ്പൊ ഇത് ക്രമത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ക്രമത്തിലാക്കിയാലോ. സയാനി ബുവ വ്യവസ്ഥ സേ കാം കർത്തി തി ആദ്യം വരും. രണ്ടാമത്തത് സയാനി ബുവ की बेटी को बुखार आया. മൂന്നാമത്തത് പിതാക്കെ സാത്ത് അന്നു പഹാഡ് പർ ചലി. അടുത്തത് നോക്കൂ. अनु का बुखार न उतारने के कारण पिता ने उसे डॉक्टर के पास ले गया. इस प्रसंग पर पटकथा तैयार करे. ഇവിടെ പട്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. अनु का बुखार न उतारने के कारण അച്ഛൻ उसे डॉक्टर के पास ले गया. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പട്കഥ തയ്യാറാക്കേണ്ടത്. ഒന്ന് പട്കഥ തയ്യാറാക്കി നോക്കിയാലോ. പട്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ദൃശ്യ, സ്ഥാൻ, സമയമൊക്കെ കൊടുക്കണം അല്ലേ. അപ്പം നമുക്ക് ആദ്യം ദൃശ്യ ഏക്ക് കൊടുക്കാം. പിന്നെ സ്ഥാൻ अस्पताल, समय 4 बजे. एक आदमी और बेटी डॉक्टर से बातें कर रहे हैं. അപ്പം നമ്മൾ ആ ഒരു സന്ദർഭം, ഒരാളും അയാളുടെ മകളും ആരോടാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത് നമ്മൾ ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, इसको क्या हुआ? पिता, बुखार था. फिर डॉक्टर, बेटी आप कैसी है? अनु, ज्वर जैसा लगा. डॉक्टर, लेकिन अब ठीक है. पिता, हमेशा दकी रहती है. പറയണ എല്ലായ്പ്പോഴും ക്ഷീണിച്ചുകൊണ്ടിരിക്കും. ഡോക്ടർ, घर में कोई बात है? पिता, उसकी माँ कुछ कठोर है. डॉक्टर, इसे पहाड़ पर ले जाओ. पिता, लेकिन डॉक्टर, इससे वह अधिक प्रसन्न हो जाएगा. पहाड़ पर ले जाओ. അപ്പോൾ അത് പഹാഡ് പർ ലേ ജായതോ കുട്ടി കുറച്ചുകൂടെ ഉത്സാഹവതിയാകും എന്നാണ് പറയുന്നത്. പിതാ, इसकी माँ नहीं मानेगी. डॉक्टर, उसे तुम्हारे साथ मत ले जाना. पिता, ठीक है डॉक्टर जी. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ദൃശ്യ സമാപ്ത, ആ ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു ചെറിയൊരു വിവരണമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡോക്ടറും പിതാവും അന്നുവും തമ്മിലുള്ള ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ക്രിപ്റ്റാണത്. അപ്പോൾ അവർ എങ്ങനെയാണ്, എന്താണ് സംസാരിക്കുന്നത്, ആ ഒരു സ്ക്രിപ്റ്റാണ് നമ്മളിവിടെ പട്കഥയായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. सूचना नीचे दिए गए चित्र देखे और प्रश्न 15 और 16 के उत्तर लिखे. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് 15, 16 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് एक महिला कुछ बच्चों को कटोरी से कुछ खिला रही है या दे रही है. അപ്പോൾ രണ്ടാമത്തേൽ നോക്കൂ. एक व्यक्ति कुल्हाड़ी से पेड़ काट रहा है. पृष्ठभूमि में जंगल और
हिरन है. അപ്പൊ നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? നീച്ചെ ദിയെ ചിത്രം കോ പഹചാൻ കർ ഏക് ഏക് വാക്യ ലിഖി. ഈ ചിത്രങ്ങൾ നോക്കി അതിനെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി സെന്റൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 15ാമത്തെ നമുക്കൊന്ന് ഉത്തരം നോക്കിയാലോ. എന്താണ് സെന്റൻസ് ആയിട്ട് കൊടുക്കേണ്ടത്? മാം അപ്നെ ബച്ചോം കോ പ്യാർ സേ ഖാന ദേത്തി ഹൈ. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അമ്മ തൻ്റെ കുട്ടികൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. രണ്ടാമത്തേത് ഏക് ആദ്മി പേട് കാട്ടത്താ ഹൈ. രണ്ടാമത്തേത് എന്താണ് എഴുതുക? ഒരു ആള് മരം മുറിക്കുന്നു. 16ാമത്തേത് നോക്കാം. ചിത്രോം കെ ആധാർ പർ ദോ പ്രശ്ന ലിഖി. ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു 2 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചിത്രം നോക്കുമ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ, അമ്മ കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത്? അപ്പൊ അതിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ? മാ ബച്ചോ കോ ക്യാ ദേത്തി ഹൈ. രണ്ടാമത്തേത് മറ്റേ നമുക്ക് എന്താ ചോദിക്കുക? ഇയാള് എന്താ ചെയ്യുന്നത്? ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത് ചോദിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ആദ്മി ക്യാ കർത്താ ഹൈ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? മാ ബച്ചി കോ ക്യാ ദേത്തി ഹൈ. രണ്ടാമത്തേത് ആദ്മി ക്യാ കർത്താ ഹൈ. അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.